നോക്കി. താനൂര് കടപ്പുറത്ത് കണ്ടില്ല നിങ്ങള്? ഒന്നൊന്നായിട്ട് നരനാറ്റ് നടത്തിക്കുക. വലിയ വലിയ വർഗീയ ലഹള നടന്ന മാതിരി എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഇങ്ങനെ ലഹളകൾ ഉണ്ടാകുക? നാദാപ്പുറത്ത് തുണേരി നടന്ന പോലല്ലേ? നാദാപ്പുറത്ത് തുണേരിൽ തന്നെ. അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രസംഗിക്കുമ്പോ പറയല്, ഈ CPM എന്ന് പറഞ്ഞ യഥാർത്ഥ CPM അല്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചില ഭാഗത്ത് മതേതരവാദികളായിട്ടുണ്ടെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, നാദാപുരം ഭാഗത്ത് വിട്ടുനോക്കി. അവിടെ പോയാലേ യഥാർത്ഥ CPM-കാരന്റെ സ്വഭാവം. നമ്മളെവിടെ കാണുന്ന CPM അല്ല. നാദാപുര തുണേരിയിൽ കണ്ടില്ല നിങ്ങള്? ഒരു കല്യാണ വീട്ടിൽ നടന്ന ചെറിയൊരു കസബിസയുടെ ഭാഗമായി ഷിബി എന്ന് പറഞ്ഞ DYFI-കാരെ കൊല്ലപ്പെടുക. അതിന്റെ ഭാഗമായിട്ട് കണ്ടില്ല നിങ്ങള്? അവിടെ മുഴുവൻ മുസ്ലിം വീടുകളും ജമാഅത്തെന്നോ AP എന്നോ മുസ്ലിം ലീഗ് എന്നോ നോക്കാതെ മുഴുവൻ മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചത് ആരാ? RSS-കാരല്ല. നാദാപുര തുണേരിയിലെ കമ്മ്യൂണിസ്റ്റുകാർ, CPM-കാർ. അതാ മനസ്സിലാക്കണ്ടേ. ഈ ഷിബിന്റെ ശവസംസ്കാരം നടക്കുമ്പോ മുസ്ലിമുകളല്ലാത്ത മുഴുവൻ വീടിന്റെ മുന്നിലും കരിങ്കൊടി കത്താൻ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതല്ലാത്ത മുഴുവൻ വീടുകൾ കൊള്ളയടിക്കാൻ തീരുമാനിക്കുക. ആരാ? CPM-കാർ. അതേ നയം തന്നെ പല സ്ഥലത്തും നടപ്പിലാക്കണേ. CPM-മാർ എന്ത് പറയാറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രസംഗിക്കുമ്പോ. ഞങ്ങളുള്ളോണ്ട് ഈ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡൊന്നും ഞങ്ങളുള്ളോണ്ട് RSS ഇല്ല. എങ്ങനെയാ ഉണ്ടാവുക? നിങ്ങൾ RSS-ന്റെ പണി എടുക്കുമ്പോ പിന്നെ അവിടെ RSS-ന്റെ ആവശ്യം എന്താ സഖാക്കളെ? ഒന്ന് ചിന്തിച്ചോ. ഇവനെന്നാ പണി എടുക്കുമ്പോ പിന്നെ അവിടെ എന്തിനാ? ഞാൻ വളരെ വിഷമസമയത്ത് ഒരു കാര്യം പറയാ. ഞാൻ കഴിഞ്ഞ നിയമസഭ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഈ ജയരാജൻ പറഞ്ഞല്ലോ, അയാളെ മണ്ഡലത്തിൽ മട്ടന്നൂർ എന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഇത് DYFI-കാരെ മൊബൈലിൽ പകർത്തിക്കോ. ഇവിടെ ഇന്നെ വിശ്വസിച്ചിട്ട് നാളെ മുസ്ലിം ലീഗാരായിട്ട് വെല്ലുവിളി നടത്തിയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കോളി. ഞാൻ പോയത് എവിടെ അറിയോ? മട്ടന്നൂർ മണ്ഡലത്തിലെ ഈയൂർ പഞ്ചായത്തിലെ എളനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പ്രസംഗിക്കാൻ പോയത്. അവിടെ സ്വാഗത പ്രാസംഗികം പറയാ. ഇവിടെ ഇപ്പൊ സ്വാഗത പ്രാസംഗികം പറയാന് ഇന്നിന്നി സ്ഥലത്ത് ഇന്നിന്നി കാര്യങ്ങൾ നടന്നില്ലാന്ന് ചോദിച്ചാൽ അതിന് കളവുണ്ടാവില്ലല്ലോ, ഉറപ്പല്ല ഉണ്ടാവില്ല. ഈ നാട്ടുകാരൊക്കെ അറിഞ്ഞില്ലേ? ഞാൻ തിരക്കടിച്ച ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെ അറിഞ്ഞാ എനിക്കാണ്ട് പോകാം. അതേ സമയത്ത് ഇവിടെ പറഞ്ഞോ പറയാ. അവിടെ സ്വാഗത പ്രാസംഗികം പ്രസംഗിക്കാൻ ഞാൻ എന്റെ ഒപ്പം വന്ന ആളുകൾ മൂക്കത്ത് കയ്യിച്ചു പോയി. എന്താ പ്രസംഗിക്കണേരോ? ചാലോട്, മട്ടന്നൂർ മണ്ഡലത്തിലെ ഈയൂർ പഞ്ചായത്തിലെ ചാലോട് എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞെന്താ അറിയോ? പ്രിയപ്പെട്ട സഖാക്കളെ, ഞങ്ങൾക്ക് ചാലോട് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഞങ്ങൾ എടുത്ത പള്ളിയിൽ ഒന്ന് നിസ്കരിച്ചാ തുറന്നു തന്നൂടെ എന്ന് ചോദിക്കുക. നിങ്ങൾ ആലോചിക്ക്, വിശ്വസിക്കുങ്ങള്? നിസ്കാര പള്ളി തുറന്നു കൊടുത്തിട്ടില്ല. ആരോ RSS അല്ല, CPM-ന്റെ ഭരണസമിതി. മുനീർ സാഹിബ് പ്രത്യേക ഓർഡർ ഇറക്കി. ആ ഓർഡറിനെതിരെ ഹൈക്കോടതിയിൽ സ്റ്റേ കൊണ്ടുവന്നിട്ട് ആരോ RSS അല്ല, CPM. MP ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ പള്ളിക്ക് കുറ്റിയടിച്ചുമ്പോ MP ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിൽ അവിടേക്ക് ചെന്നിട്ട് കുറ്റി അടക്കം പറച്ചാൽ കൊണ്ടേയി. പിന്നെ അവിടെ എന്താരോ ഹിന്ദുക്കളും നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരൊക്കെ പാടെ യോഗം കൂടിയിട്ട് പള്ളി പൊന്തിച്ചതിന്റെ ദിവസം നിസ്കരിക്കാൻ ഈ സമയം വരെ തുറന്നുകൊടുത്തിട്ടില്ല. അവിടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയാൽ CPM-ന്റെ ഭരണം അവിടെ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി അവിടുത്തെ സ്ഥിതി എന്താണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, വലിയ ഗൗരവമുള്ള കാര്യമാണല്ലോ. സംശയം ഉണ്ടെങ്കിൽ DYFI-കാരാ 4 മുസ്ലിം ലീഗുകാരും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ അഡ്രസ് കണ്ട് പോയിക്കോ. അപ്പൊ നിങ്ങൾക്ക് അറിയും. ഇല്ലെങ്കിൽ അവിടുന്ന് തിരിച്ചു പോരുമ്പോ മുസ്ലിം ലീഗിന്റെ കുട്ടികൾ ചോപ്പ് ട്രൗസർ ഇട്ടോളും. എനിക്കും മാറ്റാണ് ടാഗ് അനുസരിച്ചാൽ നിങ്ങള് വെറുതെ വരില്ല. അങ്ങനത്തെ ആളുകളെ ബലി പറഞ്ഞാ വിശ്വസിച്ചോ? ഇവരെ സ്ഥിതിഗതികളെ പറഞ്ഞു. എന്നിട്ട് ഇവല ഞങ്ങൾ വലിയ മതേതരവാദികളാന്ന് പറഞ്ഞ്. അതുകൊണ്ടാ പറഞ്ഞ ഇവിടെ പോലീസിന്റെ തലപ്പത്തൊക്കെ സംഘപരിവാർ സംഘടനയുടെ ആളുകളെ നിയമിച്ച ആളുകളെ ബലി. ഇവർക്ക് ഒരു പ്രത്യേക അജണ്ട ഉണ്ട്. അതുകൊണ്ടാണ് മോഡിന്റെ ഭരണവും പിണറായിന്റെ ഭരണവും ഈ രാജ്യത്തെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെതിരെയുള്ള സമര. ഇവര് ഭരണത്തിൽ വന്ന സമയത്ത് കണ്ടി നിങ്ങള് വന്ന സമയത്ത് തന്നെ വലിയ ആനക്കാരിയായിട്ട് ഒരു പെൻഷൻ കൊടുത്തിന് ഇവര്. ഏത് കൂട്ടക്കാരുണ്ടാക്കിയ പെൻഷൻ അടങ്ങൾ കൊടുത്ത് പറഞ്ഞേരി. ആരുണ്ടാക്കിയ? ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോ ബാക്കി വെച്ച പൈസ എടുത്തിട്ട് സകല പെരയിലും കൊണ്ടേ കൊടുത്ത്. നമ്മള് 800, 1200, 1500 കൊടുത്തിന്റെ പെൻഷൻ ഇവന് വന്നതിന്റെ ദിവസം എന്ത് ചെയ്താരോ ഏകീകരിച്ച് 1000 റുപ്യ. എന്നിട്ട് എല്ലാവരുടെ പെരേക്കും പോസ്റ്റ്മാനും DYFI-കാരാണ് കൊണ്ടുവരുത്തി. പിറ്റത്തെ ആഴ്ച തന്നെ എടാ ഞങ്ങൾ ഉണ്ടാക്കിയ പൈസ 8 മാസമായിട്ട് ഒരു ഉറുപ്പ്യങ്ങൾ കൊണ്ടുപോയി കൊടുത്തുടാ. നിങ്ങൾ നയിച്ചടങ്ങിട്ട് 8 മാസമായി പൈസ കൊണ്ടെടുത്തോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് കണ്ടി നിങ്ങൾ എല്ലാ സ്ഥലത്തും ഈ പെൻഷൻ മേങ്ങുന്ന ഫോട്ടോ എല്ലാം ശരിയായി. ഈ പൈസ ഇങ്ങനെ പിടിച്ചിട്ട് സീറ്റ് ബദറുമാരി ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എല്ലായിടത്തും ബേസന്ന ആളുകളെ ഇവര് ഫോട്ടോ വെച്ചാൽ നിങ്ങൾ ചേളാരി പോയി. നിങ്ങൾ
ചേളാരി ഫോട്ടോ വെച്ചത് ആരാറിയോ? ഏതോ ഡിവൈഎഫ്ഐക്കാരെങ്ങനെ തെരഞ്ഞ് നെറ്റിന്ന് മമ്പോർത്ത തങ്ങളെ ഫോട്ടോ കിട്ടി. എന്നിട്ട് മമ്പോർത്ത തങ്ങളി ഈ പെൻഷൻ പൈസ നിൽക്കി തലകണം കണ്ടി ഇങ്ങനെ നിൽക്കണ ഫോട്ടോ വെച്ചിക്ക ബലി. അതാ പറഞ്ഞ് ഇവർക്ക് എന്ത് കഥ, എന്ത് തങ്ങളി. ഇവര് കണ്ട ആളുകളെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പൈസ വാങ്ങിയാൽ ഫോട്ടോ വെക്കും. അങ്ങനെയുള്ള തകല തരികിടുള്ള ഒരു പ്രസ്ഥാന CPM. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുക. മുസ്ലിം ലീഗിന് പറഞ്ഞ പ്രസ്ഥാനത്തിനെ വളർത്താൻ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലേക്കൊക്കെ ആളുകൾ കടന്നു വരാൻ വേറെ ഒരു കാര്യം വേണ്ട. ഈ KMCC പോലത്തെ പ്രവർത്തകരുടെ പ്രവർത്തനം മാത്രം മതി. ഞാനൊക്കെ എല്ലാ സ്ഥലത്തും പറഞ്ഞ, നമ്മളൊക്കെ എവിടെ പോയാലും മുസ്ലിം ലീഗിന്റെ വേദികളിൽ ഒന്നോ രണ്ടോ ഒരു കവറുകൾ വിതരണം ചെയ്യാത്ത ഒരു യോഗം ഉണ്ടായില്ല. അതാണ് മുസ്ലിം ലീഗിന്റെ. ഞാൻ പറഞ്ഞാൽ ബാങ്കര പ്രസംഗിക്കാൻ പോയപ്പോ ഒരു വെള്ള ടാങ്ക് ഒന്നായിട്ട് ഉദ്ഘാടന വലിയൊരു മുതലാളി വെള്ള ടാങ്ക് കൊടുക്കുക, KMCCന്റെ വെള്ളം കൊടുക്കുക. ഇവരേന് കണ്ടിരുന്നെങ്കിൽ എത്ര ഇവർക്കും KMCC സംഘടന എന്തെങ്കിലും ഒരു കോഴിക്കുട്ടിനോടെങ്കിലും വിതരണം ചെയ്ത് നിങ്ങൾ കണ്ടിനോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ വീടെടുത്ത് കൊടുക്കുക. ഇവർക്ക് എന്താ പാർട്ടി ഓഫീസിൽ നിന്ന് പോയി വെക്കിന്ന്, നമ്മളെ പാർട്ടി ഓഫീസിൽ പോയി വെക്കി കുറെ താടിയും തലേക്കെട്ടും തൊപ്പിയെക്കെട്ട ചിരിച്ചിക്കണ ഫോട്ടോ അങ്ങനെ ഉണ്ടാവും. പാർട്ടി ഓഫീസിൽ ഫസ്റ്റ് തന്നെ കയറി ചെല്ലിനോട് തന്നെ കഞ്ചാവ് വെച്ചാണ്ട് ചെകുവേരെങ്ങനെ തൊപ്പിയിട്ടിട്ട്. പിന്നെ ആ ജാതി മനുഷ്യന്മാരല്ല പാർട്ടി ഓഫീസിൽ ചെന്നാൽ തന്നെ ഭീകരത. നമ്മൾ തോൽത്ത് വ്യത്യാസം അവിടെ കണ്ടാൽ മതി. മുസ്ലിം ലീഗ് കണ്ടില്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. CH സെന്റർ ആട്ടെ ഒക്കെ സിദ്ദീഖ് അലി സാഹിബ് പറയും. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനം. ഇവരെന്തായാലും നമ്മളെ കണ്ട് നന്നാകാൻ തീരുമാനിച്ചു. സകല സ്ഥലത്തും നമ്മൾ അവിടെ ഒക്കെ തുടങ്ങിയ ട്രസ്റ്റ്, ഇമ്പിച്ചുവാന്റെ പേരിൽ ട്രസ്റ്റ്, മോയിൻകുട്ടി ബേദർ സ്മാരക ട്രസ്റ്റ് ഇവർ തുടങ്ങിക്ക. ആയിക്കോട്ടെ, ഞങ്ങളെ കണ്ട് നന്നായിക്കോലോ. ഞങ്ങളെ കണ്ട് നന്നായ അള്ളാന്റെ അടുത്ത് നിന്ന് അതിന്റെ ഒരു കൂലി അമ്മക്കും കിട്ടൂലേ? നന്നായിക്കോലി. അതുപോലെ നിങ്ങൾ ഒരു 4 എത്തിങ്കാന തുടങ്ങിയതാ ഡിവൈഎഫ്ഐക്കാരാ. എത്തിങ്കാന തുടങ്ങിക്കോളി. എന്നാ എത്തിൻകുട്ടനെ കിട്ടാ ഓടി പോണ്ടല്ലോ. നിങ്ങൾ പറ്റിട്ട ബാപ്പാരെ മക്കൾ ഉണ്ടാവില്ലോ, അവിടെ കൊണ്ടേ ചേർത്താൻ. അതാണ് ചേർത്തിക്കാളി. അതുപോലെ സൗജന്യ സുന്നത്ത് കല്യാണം നടത്തിക്കാളി. സൗജന്യ സുന്നത്ത് കല്യാണം ഇവിടെ മുറിച്ച ടീക്കാംസനെ ഏൽപ്പിക്കാൻ ഇന്ന കുറ്റി അടക്കം മുറിച്ചാൻ കൊണ്ടേക്കോട്ടെ. ഇങ്ങക്ക് പറ്റിയ പണിയെടുക്കി. അല്ലാതെ മുസ്ലിം ലീഗ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. മുസ്ലിം ലീഗിന്റെ വോട്ട് ഞാനൊക്കെ പല കൺവെൻഷനും പറയും. ഞാൻ ആ പണ്ടാറത്തോട്ടുനിന്ന് വന്നാണല്ലോ. ഞാൻ എത്ര ആയിട്ടും ഇവിടെ ക്ലിയർ ആണില്ല. മോറും കണ്ണു മോറുന്നു ഇല്ല പറയാൻ. എന്റെ കണ്ണു മോറിപ്പോഴും ഒരു CPM-മാരുടെ മുഖം വേറൊരു രൂപമാണല്ലോ. അപ്പൊ എന്റെ മുഖത്തൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ. ഇപ്പൊ 4 ലീഗാരി ഇന്നൊരു സ്ഥലത്ത് വെച്ചാൽ ഇതിൽ ഏതാ CPM വെച്ചാൽ എന്നെ ചൂണ്ടിക്കാട്ടുമല്ലോ. ഉറപ്പല്ലേ? അതുപോലെ കണ്ണു മോണ്ടാൽ നന്നാവൂല. ഞാനൊക്കെ മുരടിക്കാണ്. മനുഷ്യനെ സഹായിക്കൂല, മനുഷ്യന് വെറുപ്പല്ലേ. അതുപോലെ പേരേലും ഇതിനൊക്കെ ഒരു അസ്വസ്ഥതയുണ്ട്. മുസ്ലിം ലീഗിന്റെ വോട്ട് ഞാനൊക്കെ എത്രയോ കൺവെൻഷനിൽ പറയും. മുസ്ലിം ലീഗിന്റെ വോട്ട് പറഞ്ഞാൽ ഈ കാരുണ്യ പ്രവർത്തനം മറ്റുള്ള CPM-ന്റെ മാതിരി കൺവെൻഷനും മറ്റുള്ള ഇതൊക്കെ പാടെ നടത്താൻ പുറപ്പെട്ടാൽ എന്തേക്കാരം. ഇപ്പൊ ബലി അറിയാം നമ്മൾ പ്രക്ഷോഭം പോരാന്ന് ബലി വിചാരിച്ചില്ല. അതാ ബലിങ്ങനെ അടിയും കുത്തക്കണ്ട. ഈ താനൂരൊക്കെ ഈ അബ്ദുറഹ്മാനൊക്കെ വിചാരിച്ചിട്ടുണ്ടാ എടാ പാണക്കാട്ടെ തങ്ങളൊന്ന് പ്രഖ്യാപിച്ച ഒറ്റ നിന്റെ ട്രൗസർ ഞാനാണ് പോകടാ. വെറുതെ പറയില്ല. നിങ്ങൾ ആലോചിച്ചേക്ക്. ഇവരിപ്പോ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ അതേമാതിരി ലീഗിന്റെ ഒരു മാർച്ച് നടത്തിയ ലീഗ് മാർച്ചാണ് നടത്തിയ അതിന്റെ രൂപാണ് മാറും. അപ്പൊ പാണക്കാട് തങ്ങന്മാർ തന്നെ എന്തെങ്കിലും പ്രഖ്യാപിക്കണമെന്നല്ല, അതൊരു ബലഹീനതായി കാണും ചെയ്യരുത്. പ്രത്യേകിച്ച് താനൂരിനെ പോലത്തെ പ്രദേശത്ത് ഈ അബ്ദുറഹ്മാൻ പറഞ്ഞാൽ എങ്ങനെ ജയിച്ചെനിക്ക് അറിയാം. ആ അബ്ദുറഹ്മാൻ ഇപ്പൊ ഏരിയ സെക്രട്ടറിക്ക് പിടിച്ചാൽ കിട്ടണില്ല. സത്യാണ്. ഏരിയ സെക്രട്ടറിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത MLA ഞങ്ങളെ നിലമ്പൂർ MLA ആര് PV അൻവർ ഏരിയ സെക്രട്ടറിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? ഏരിയ സെക്രട്ടറിനെ അടക്കം എടുത്താണ് കൊണ്ടുപോകാൻ പറ്റിയ പൈസ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകളെ MLA ആക്കിയല്ലേ. പിണറായി വിജയൻ അടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിയാകാനും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പൈസ ചെലവാക്കാനും ഉണ്ടാക്കിയത് എവിടുന്ന? ഈ മലപ്പുറം ജില്ലയിൽ നിന്ന്. ഒന്ന് ഇവിടെ ഗഫൂറി, അതുപോലെ നിയാസി, ഈ അബ്ദുറഹ്മാൻ, PV അൻവർ ഇങ്ങനെയുള്ള ആളുകൾ എടുത്തുന്ന കോടിക്കണക്കിന് ഉറുപ്പ്യ കച്ചവടം ചെയ്തിട്ടാ ഇത്ര ആളുകൾക്ക് സീറ്റ് കിട്ടിയേ. അതൊരു താൽക്കാലിക തോൽവി മുസ്ലിം ലീഗ് താനൂർ മണ്ഡലത്തിൽ തോറ്റി വിചാരിച്ചിട്ട് കാലാകാലത്തിനുള്ളതെന്ന് വിചാരിച്ചിട്ട് ആ സ്വപ്നം ഉണ്ടല്ലോ, അത് പെരെ കൊണ്ടുപോയി വെച്ചാൽ ഡിവൈഎഫ്ഐക്കാരാ. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. എന്റെ പ്രസംഗം കേട്ട ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.